സന്ധ്യ കഴിഞ്ഞ് രാത്രി ഇരുട്ടിൻ്റെ കനം കൂടി വരികയായിരുന്നു. വീടിൻ്റെ പുറത്തെ വരാന്തയിൽ നിന്ന് എത്തുന്ന ടിവിയുടെ ശബ്ദം മങ്ങിയ മന്ത്രം പോലെ മുറികൾക്കുള്ളിൽ മുഴങ്ങുന്നുണ്ട്. അടുക്കളയിൽ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്നതും വെള്ളം ഒഴുകുന്നതുമായ ഒച്ചകൾ ഒരു സാധാരണ കുടുംബത്തിൻ്റെ എല്ലാ ദിവസത്തെയും ചിട്ടവട്ടങ്ങൾ വിളിച്ചോതുന്നു അത്. എന്നാൽ പാറുവിൻ്റെ മുറിയിൽ മാത്രം ആ ബഹളങ്ങളൊന്നും എത്തിയിരുന്നില്ല. അവിടെ ഒരു തരം നിശബ്ദത തലം കെട്ടി നിന്നു. സിദ്ധാർത്ഥ സാർ പറഞ്ഞുകൊടുത്ത ബയോളജി പാഠഭാഗങ്ങൾ നോട്ട്ബുക്കിൽ തുറന്നു വെച്ച് അവൾ പഠിക്കുകയായിരുന്നു. ഓരോ വരിയും ശ്രദ്ധയോടെ വായിച്ച് അവൾ പെൻസിൽ കൊണ്ട് പ്രധാന ഭാഗങ്ങളിൽ അടിവരയിട്ടു. ഇന്ന് ആദ്യമായാണ് ഒരു വിഷയം പഠിക്കുമ്പോൾ അതിലെ ആശയങ്ങൾ അവൾക്ക് ശരിക്കും മനസ്സിലാകുന്നത്. ആ പുതിയ അറിവ് അവളെ വല്ലാതെ സന്തോഷിപ്പിച്ചു. എനിക്ക് പഠിക്കാൻ പറ്റും. ആ ചിന്ത അവളുടെ ഉള്ളിൽ മങ്ങാത്തൊരു ചെറിയ വെളിച്ചം പോലെ തെളിഞ്ഞു. വർഷങ്ങളായി താൻ വിശ്വസിച്ചു പോന്ന എനിക്കൊന്നും കഴിയില്ല എന്ന വാർപ്പ് മാതൃക മെല്ലെ പൊളിയാൻ തുടങ്ങിയതിൻ്റെ ആവേശത്തിലായിരുന്നു അവൾ. അപ്പോഴാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വാതിലിൽ തട്ടാതെ പ്രിയ അകത്തേക്ക് കയറി വന്നത്. കയ്യിൽ ഫോണുമായി, മുഖത്ത് പതിവ് അതേ അഹിഷ്ണുതയും തിരക്കുമാണ്. പ്രിയയുടെ ആ വരവ് തന്നെ പാറുവിൻ്റെ സമാധാനം കെടുത്താൻ പോന്നതായിരുന്നു. സത്യത്തിൽ പാറുവിന് ഇതൊന്നും ഇഷ്ടമല്ല. അവൾക്ക് ഒരിടത്ത് ഒറ്റയ്ക്കിരിക്കാൻ പറ്റിയാൽ അതുമാത്രമാണ് സന്തോഷം. മുറിയിലാകെ ഒന്ന് തുറച്ചു നോക്കിയ ശേഷം ചുണ്ടുകൾ കോട്ടി പ്രിയ ചോദിച്ചു, ഓഹ്, ഇന്നും പഠിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിൽ ഒരു തരം പരിഹാസമുണ്ടായിരുന്നു. പാറു തലയുയർത്തി അവളെ നോക്കി. ഒന്നും മിണ്ടിയില്ല. സമാധാനമായി പഠിക്കാൻ അനുവദിക്കുമോ എന്ന് പോലും അവൾക്ക് ഉറപ്പില്ലായിരുന്നു. എന്താ അത്ഭുതം പോലെ നോക്കുന്നേ? പ്രിയ പറഞ്ഞുകൊണ്ട് ഒന്ന് ചിരിച്ചു. അതൊരു സഹാനുഭൂതിയോടെയുള്ള ചിരിയായിരുന്നില്ല, മറിച്ച് പാറുവിനെ തരം താഴ്ത്തുന്ന ഒരു തരം പരിഹാസം തന്നെയായിരുന്നു. അല്ല, ഈ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികളൊക്കെ പഠിച്ചിട്ട് എന്തിനാ എന്ന് ഓർക്കുകയായിരുന്നു ഞാൻ. ആ വാക്ക് പാറുവിൻ്റെ നെഞ്ചിൽ ഒരു ചെറിയ സൂചി പോലെ തറച്ചു. മനഃപൂർവ്വം വേദനിപ്പിക്കാൻ പറയുന്ന വാക്കുകൾ. എന്നിട്ടും അവൾ ഒന്നും പറഞ്ഞില്ല. പ്രിയയുടെ സ്വഭാവം അവൾക്ക് നന്നായി അറിയാം. മറുപടി നൽകിയാൽ അത് ചെറിയൊരു തർക്കമായി മാറി അവസാനം അച്ഛനും അമ്മയും വന്ന് തന്നെയെ വഴക്കു പറയും. പ്രിയ കട്ടിലിലേക്ക് വന്നിരുന്നു. അമ്മ പറഞ്ഞിരുന്നു. പ്രിയ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ തുടർന്നു. നിന്നെ കൊണ്ട് ഒരു കാര്യവും നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റില്ലെന്ന്. പാറുവിൻ്റെ കയ്യിലിരുന്ന പെൻസിൽ നിശ്ചലമായി. കൈയുടെ വിറയൽ അവൾക്ക് തന്നെ അനുഭവപ്പെട്ടു. ചേച്ചി, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പാറു വിളിച്ചു. എന്താടി? പ്രിയയുടെ ചോദ്യം നിർവികാര്യമായിരുന്നു. ഞാൻ പഠിക്കുകയാണ്. അതിന്? പ്രിയ തോളുയർത്തി. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? വീട്ടിലെല്ലാവരും നിന്നെക്കുറിച്ച് വലിയ ടെൻഷനിലാണ്. ഓരോ വാക്കും പാറുവിൻ്റെ മനസ്സിലേക്ക് ആണിയായി തുളച്ചു കയറി. പ്രിയ വീണ്ടും തുടർന്നു. എന്ത് ചെയ്താലും പാതി വഴിയിൽ നിർത്തും. എന്ത് പറഞ്ഞാലും കരയും. ആരോടും ഒരു വക സംസാരിക്കില്ല. ഒന്നിനും ഒരു ധൈര്യമില്ല. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നാളെ നീ എങ്ങനെ ജീവിക്കുമെന്നാണ്? ഇതൊക്കെ അവൾ 100 തവണ കേട്ടതാണ്. സ്കൂളിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, ഇപ്പോൾ സ്വന്തം ചേച്ചിയിൽ നിന്നും. എങ്കിലും വീണ്ടും പ്രിയയുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേകതരം മൂർച്ചയുണ്ടായിരുന്നു. പാറു പുസ്തകത്തിലേക്ക് നോക്കി. കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. വരികൾ തമ്മിൽ കലർന്ന് അക്ഷരങ്ങൾ മങ്ങാൻ തുടങ്ങി. പ്രിയ അത് ശ്രദ്ധിച്ചിട്ടും നിർത്തിയില്ല. ഇനി കരയാനും തുടങ്ങിയോ? സത്യം പറയാലോ, നിനക്ക് കൃത്യമായിട്ട് ചെയ്യാൻ അറിയാവുന്ന 2 കാര്യങ്ങളാണ് കരച്ചിലും പേടിയും. അവൾ ഉപയോഗിച്ച ആ വാക്ക് കരച്ചിൽ അതൊരു അപമാനമായി തന്നെ പാറുവിൻ്റെ ചെവിയിൽ വീണു. പെട്ടെന്ന് സിദ്ധാർത്ഥ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ ചെറിയ ആത്മവിശ്വാസം മുഴുവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയതുപോലെ. പാറു പെട്ടെന്ന് പുസ്തകം അടച്ചു. ആ ശബ്ദം മുറിയിലെ നിശബ്ദതയിൽ അല്പം ഉച്ചത്തിലായിരുന്നു. പ്രിയ ഒന്ന് ഞെട്ടി. ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം പാറുവിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പാറു പതിയെ എഴുന്നേറ്റു. മുഖം താഴ്ത്തി നിൽക്കുമ്പോഴും അവളുടെ കവളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. അവളുടെ ശബ്ദം നേർത്തു കിതച്ചുപോയി. എന്തിനാ എല്ലാവരും എന്നെ ഇങ്ങനെ പറയുന്നത് ചേച്ചി? പ്രിയ അല്പമൊന്ന് നിശബ്ദയായി. പക്ഷേ ഉള്ളിലെ അമർഷം അടക്കിക്കൊണ്ട് പാറു തുടർന്നു. ഞാൻ ശ്രമിക്കുന്നില്ലേ? ഞാൻ ശരിക്കും ശ്രമിക്കുന്നില്ലേ? എനിക്ക് പറ്റുന്നില്ലെങ്കിൽ അതിന് ഞാൻ മാത്രമാണോ കാരണം?
ഈ ചോദ്യങ്ങൾ പാറുവിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതായിരുന്നു. സത്യത്തിൽ അവൾക്ക് അവളുടെ ഉള്ളിലെ വേദന പറയണമെന്നുണ്ടെങ്കിലും അത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത് അനുഭവിച്ചത് മുഴുവൻ അവൾ ആണല്ലോ. എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ കേട്ട് ശീലിച്ച ഒരാൾ ആദ്യമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ. പ്രിയയുടെ മുഖത്തെ ഭാവം ഒന്ന് മാറി. ഒരു നിമിഷം അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. എല്ലാവർക്കും ഞാൻ മോശമാണ്, അമ്മയ്ക്കും അച്ഛനും ചേച്ചിക്കും. ഞാൻ എന്ത് ചെയ്താലും ആരും കാണുന്നില്ല. ഞാൻ തെറ്റ് ചെയ്യുന്നത് മാത്രം എല്ലാവരും കാണുന്നു. അവസാന വാക്ക് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം പൂർണ്ണമായും ഇടറിപ്പോയി. മുറിയിൽ ഭാരമുള്ള നിശബ്ദത നിറഞ്ഞു. പ്രിയ ശരിക്കും സ്തംഭിച്ചു പോയിരുന്നു. എപ്പോഴും തലകുനിച്ച് ആരും കാണാതെ കരയുന്ന പാറു ഇന്ന് ആ കണ്ണുനീർ തുടച്ചുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യുന്നു. അവൾക്ക് മറുപടിയൊന്നും ഉണ്ടായില്ല. സ്നേഹിക്കാൻ അറിയില്ലെങ്കിൽ ഒരാൾ എങ്ങനെ പെരുമാറും? അത് പലപ്പോഴും ഇത്തരത്തിലൊരു കുറ്റപ്പെടുത്തലായി മാറും. പ്രിയയും അങ്ങനെ തന്നെയായിരുന്നു. അവൾ ക്ഷമ ചോദിക്കാനോ ചേർത്ത് പിടിക്കാനോ പോയില്ല. അവൾ എഴുന്നേറ്റ് വാതിലിലേക്ക് നടക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. പാറു പതിയെ കസേരയിലേക്ക് ഇരിക്കുകയാണ്. കവിളിലെ കണ്ണുനീർ തുടച്ച് വീണ്ടും പുസ്തകം തുറക്കുന്നു. ആ കാഴ്ച പ്രിയയുടെ നെഞ്ചിൽ ഒരു ചെറിയ കുറ്റബോധം ഉണ്ടാക്കിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ വാതിലടച്ച് പുറത്തേക്ക് നടന്നു. മുറിയിൽ വീണ്ടും ആ നിശബ്ദത. പാറു പതിയെ സിദ്ധാർത്ഥ് സാർ എഴുതി കൊടുത്ത നോട്ട്സിലേക്ക് കണ്ണോടിച്ചു. അവിടെ ഒരു മൂലയിൽ കുറിച്ചിട്ട വരി അവൾ കണ്ടു. നിനക്ക് പറ്റില്ലെന്ന് പറയുന്നവരുടെ മുന്നിൽ ജയിച്ചു കാണിക്കണം. അതൊരു മന്ത്രം പോലെ അവളിൽ പ്രവർത്തിച്ചു. അവൾ കണ്ണുനീർ തുടച്ച് വീണ്ടും പഠിക്കാൻ തുടങ്ങി. പക്ഷേ ആ ആത്മവിശ്വാസത്തിൻ്റെ ചെറിയ നിമിഷത്തിനിടയിലും കട്ടിലിൽ കിടന്നിരുന്ന ഫോൺ വെളിച്ചം വീശി. അവൾ ആ നമ്പർ സേവ് ചെയ്തിരുന്നില്ല. അച്ഛനും അമ്മയും ചേച്ചിയും ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് ചാറ്റ് കണ്ടിട്ട് പാറു അതെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഒരു പുതിയ മെസ്സേജ്, അപരിചിതമായ നമ്പർ. പാറു അത് കണ്ടിരുന്നില്ല. സ്ക്രീനിൽ മാത്രം ആ വാചകം മിന്നി നിന്നു. നീ ആരെയൊക്കെയോ വിശ്വസിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു പാർവതി. രാത്രി ഭക്ഷണം കഴിഞ്ഞ് ടേബിളിൽ നിന്ന് എഴുന്നേറ്റിട്ടും സിദ്ധാർത്ഥിൻ്റെ മനസ്സിന് ഒട്ടും സമാധാനം ലഭിച്ചിരുന്നില്ല. വീടിൻ്റെ ഡൈനിങ് ഹാളിൽ എപ്പോഴും കാണാറുള്ള ആ പതിവ് ബഹളങ്ങൾ ഇന്നും തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. മീര എന്തോ തമാശ പറഞ്ഞ് കാർത്തികിനെ കളിയാക്കുന്നു. കാർത്തിക് അതിന് ചുട്ട മറുപടിയുമായി തിരിച്ച് കത്തിക്കയറുന്നുമുണ്ട്. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ഒച്ചയ്ക്കിടയിൽ സിന്ധു രണ്ടുപേരെയും ശാസിക്കുന്നുണ്ടായിരുന്നു. ആ ബഹളങ്ങൾക്കിടയിൽ പത്രവായനയ്ക്കിടയിലും പ്രഭാകരൻ ഇതൊക്കെ കണ്ട് ചെറുതായി ചിരിക്കുന്നുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഈ കുടുംബ ബഹളങ്ങളുടെ നടുവിൽ ഏറ്റവും കൂടുതൽ ഒച്ച വയ്ക്കുന്നതും തമാശകൾ പറയുന്നതും സിദ്ധാർത്ഥ് തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് അവൻ അസാധാരണമായി നിശബ്ദനായിരുന്നു. ആ ബഹളങ്ങളൊന്നും അവൻ്റെ ചെവിയിൽ എത്തുന്നേ ഇല്ലായിരുന്നു. എന്താടാ നിനക്കൊരു ഉഷാറില്ലാത്തത്? സിന്ധു ചോദിച്ചപ്പോൾ അവൻ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. ഒന്നുമില്ലമ്മേ, ചെറിയൊരു ക്ഷീണം. പക്ഷേ സിന്ധുവിനും പ്രഭാകരനും മനസ്സിലായിരുന്നു അവൻ്റെ ഉള്ളിൽ എന്തോ വലിയ ചിന്ത അലയടിക്കുന്നുണ്ടെന്ന്. ഭക്ഷണം കഴിച്ച് കൈ കഴുകി മുറിയിലേക്ക് കയറിയിട്ടും അവൻ്റെ മനസ്സ് ആ ഡൈനിങ് ടേബിളിലായിരുന്നില്ല. ട്യൂഷൻ സെൻറ്ററിലെ ആ കസേരയിലായിരുന്നു. കട്ടിലിലേക്ക് തളർന്നു കിടന്ന് അവൻ സീലിങ്ങിലേക്ക് നോക്കി. അറിയാതെ തന്നെ അവൻ്റെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞത് പാറുവിൻ്റെ മുഖമായിരുന്നു. ഇന്ന് ട്യൂഷനിൽ വെച്ച് അവൾ എഴുതിയ ഓരോ വരിയും അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു. എഴുതുമ്പോഴെല്ലാം വിറയ്ക്കുന്ന ആ കൈകൾ, താൻ ഒരേ കാര്യം 3-4 തവണ പറഞ്ഞിട്ടും മനസ്സിലാകാതെ പകച്ചു നിൽക്കുന്ന അവളുടെ അവസ്ഥ, ആരോ പിന്നിൽ നിന്ന് തന്നെ നോക്കുന്നുണ്ടോ എന്ന ഭയത്തിൽ ഇടയ്ക്കിടെ അവൾ വാതിലിലേക്ക് നോക്കുന്ന ആ നോട്ടം, അതിലൊക്കെ എന്തോ ഒരു വലിയ ഭാരമുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ഒരു ദീർഘനിശ്വാസം വിട്ടു. എന്താ നിനക്ക് പാറു? അവൻ സ്വയം ചോദിച്ചു. ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ പാറുവിനെ പോലെ ജീവിക്കുന്ന ഒരാളെ അവൻ കണ്ടിട്ടില്ല. ഇത് വെറും പഠനത്തിൻ്റെ ടെൻഷനല്ല, വീട്ടിലെ ചെറിയ പ്രശ്നവുമല്ല. അവളെ ഉള്ളിൽ നിന്ന് കൊന്നു തീർക്കുന്ന വലിയൊരു ഇരുട്ട് അവളെ തകർക്കുന്നുണ്ട്. അവനത് വ്യക്തമായിരുന്നു. പക്ഷേ എന്താണെന്ന് മാത്രം പിടികിട്ടുന്നില്ല. ഞാൻ അതൊക്കെ അറിയേണ്ട കാര്യമല്ല. പാർവതി എൻ്റെ സ്റ്റുഡൻറ്റ് മാത്രമാണ്. അതുകൊണ്ട് അവളുടെ പഠിത്തത്തിൻ്റെ കാര്യം മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ മതി. അവൻ സ്വയം പറഞ്ഞെങ്കിലും മനസ്സത് അംഗീകരിച്ചില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ
ആ കുട്ടിയെക്കുറിച്ച് അവൻ ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അവൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ താൻ അത് ചെയ്തിരിക്കണം എന്നൊരു തോന്നൽ അവനിൽ ശക്തമായി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവൻ ഉത്തരം മുട്ടും. ചില ആളുകളെ കാണുമ്പോൾ മനസ്സ് അവരെ വെറുതെ വിടില്ല. അവരുടെ വേദന നമ്മുടേതല്ലെങ്കിലും ആ ഭാരം നമ്മളും അറിയാതെ ചുമന്നുവെന്ന് വരാം. കുറച്ചു നേരം അങ്ങനെ ചിന്തകളിൽ മുഴുകിയ ശേഷം അവൻ കട്ടിലിൽ കിടന്ന ഫോൺ എടുത്തു. ഉറങ്ങുന്നതിന് മുൻപ് അല്പം സോഷ്യൽ മീഡിയ നോക്കുന്നത് അവൻ്റെ പതിവായിരുന്നു. ഇൻസ്റ്റഗ്രാം തുറന്നു. ഓരോ സ്റ്റോറിയും സ്കിപ്പ് ചെയ്ത് പോകുന്നതിനിടയിലാണ് ആ പേര് അവൻ്റെ കണ്ണിൽ ഉടക്കിയത്. ആ വിരൽ പെട്ടെന്ന് നിശ്ചലമായി. ആര്യ. ഒരു നിമിഷം അവൻ സ്ക്രീനിലേക്ക് മാത്രം നോക്കിയിരുന്നു. പിന്നെ വിറയ്ക്കുന്ന വിരലുകളോടെ പതിയെ ആ സ്റ്റോറി തുറന്നു. വലിയ ഗ്ലാസ് ജനലിനപ്പുറം വെള്ളമഞ്ഞ് പുതച്ചു കിടക്കുന്ന നഗരം. കയ്യിൽ ചൂടുള്ള കാപ്പിക്കപ്പ്, മുഖത്ത് പഴയ അതേ പുഞ്ചിരി. അതിന് താഴെ ഒരു വരി, ന്യൂ ബിഗിനിങ്. സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിനുള്ളിൽ എന്തോ ഒന്ന് ചെറുതായി നുറുങ്ങുന്നത് പോലെ തോന്നി. എത്ര കാലം കഴിഞ്ഞാലും ചില പേരുകൾ ഹൃദയത്തിൽ പഴയ സ്ഥാനത്ത് തന്നെ നിൽക്കും. ആര്യയും അങ്ങനെ ഒരു പേരായിരുന്നു. അവൻ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അറിയാതെ തന്നെ പഴയ ഓർമ്മകൾ ഓരോന്നായി തിരികെ വന്നു. സ്കൂൾ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്ന് സംസാരിച്ചു നിന്ന വൈകുന്നേരങ്ങൾ, വെറുതെ വഴക്കിട്ട ദിവസങ്ങൾ, പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് രാത്രിയിൽ മണിക്കൂറോളം നടത്തിയ ഫോൺ കോളുകൾ, അവളുടെ ചിരി, ദേഷ്യം, അവളുടെ സ്വപ്നങ്ങൾ എല്ലാം. ജർമ്മനിയിൽ പോയിട്ടെന്നെ മറക്കല്ലേ, പണ്ട് തമാശയായി പറഞ്ഞത് ഓർമ്മ വന്നപ്പോൾ അവൻ ചെറുതായി ചിരിച്ചു. അന്നവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, നിന്നെ മറക്കാൻ പറ്റുമോ മണ്ട, നീ എൻ്റെ ജീവനല്ലേ എന്ന്. ആ വാക്കുകൾ ഓർക്കുമ്പോൾ ഇന്നും ആ പഴയ അടുപ്പം നെഞ്ചിൽ തുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ചിരിയിൽ സന്തോഷത്തേക്കാൾ കൂടുതൽ വേദനയുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ്. പുതിയ ജീവിതം, പുതിയ ആളുകൾ. അവൾ സന്തോഷമായിരിക്കണം. അതവൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ ചിലപ്പോൾ സ്നേഹമെന്നത് സ്വന്തമാക്കലല്ല, മറിച്ച് അകലെ നിന്ന് അവരുടെ സന്തോഷം കണ്ട് സംതൃപ്തി അടയുന്നത് കൂടെയാണ്. സന്തോഷമായി ഇരിക്ക് ആര്യ, അവൻ മനസ്സിൽ പറഞ്ഞു. നീ സ്വപ്നം കണ്ട ആ ജീവിതം നിനക്ക് കിട്ടട്ടെ. അതിനുശേഷം ഓഫ് ചെയ്ത് അരികിലേക്ക് വച്ചു. പക്ഷേ കണ്ണുകൾ അടച്ചപ്പോൾ വീണ്ടും മുന്നിൽ വന്നത് ആര്യയുടെ മുഖമല്ലായിരുന്നു. വിറച്ച കണ്ണുകളോടെ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് നോട്ട്ബുക്കിലേക്ക് നോക്കി പകച്ചു നിന്ന പാറുവിൻ്റെ മുഖമായിരുന്നു. സിദ്ധാർത്ഥ് പതിയെ കണ്ണുകൾ തുറന്നു. എന്തുകൊണ്ടോ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത പടർന്നു. അതേസമയം സ്വന്തം മുറിയിൽ ഇരുട്ടിൽ ഒറ്റയ്ക്കിരുന്ന പാറുവിൻ്റെ ഫോണിൽ ഒരു പുതിയ മെസ്സേജ് തെളിഞ്ഞു. ആ അപരിചിതമായ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജ് കണ്ട് പാറുവിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു.